കോഴിക്കോട്ടെ പാലാടിയിലാണ് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണത്. ഇതര സംസ്ഥാന തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. രണ്ടുപേരെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. സങ്കടകരമായ ഒരു സ്ഥിതിയാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്യാം, മരണം സംഭവിച്ചുവെന്നാണോ? ദിവിഷെ, കോഴിക്കോട് നെല്ലിക്കോടാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ രണ്ട് പേരെ രക്ഷപ്പെടുത്തി. മൂന്നാമത്തെ ആളെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കമ്പിക്കും കല്ലുകൾക്കും മണ്ണിനുമൊക്കെ ഇടയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം കിടന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും ഹിറ്റാച്ചി ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച് മണ്ണ് നീക്കി പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ആ രീതിയിലായിരുന്നു ആ ശരീരം കിടന്നിരുന്നത്. ഒരേ പൊസിഷനിലായിരുന്നു. പല പൊസിഷനിലായതിനാൽ തന്നെ ആ കമ്പിക്ക് ഇടയിലും മറ്റുമൊക്കെ ആയിട്ടായിരുന്നു ശരീരം കിടന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ കമ്പികളും മറ്റുമൊക്കെ നീക്കി മണ്ണ് എല്ലായിടത്തെയും മണ്ണ് നീക്കി ആ ശരീരം പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യാനായിട്ട് ഹിറ്റാച്ചി ആണ് ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഏകദേശം കുറേ അധികം മണ്ണ് നീക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൈയുടെ ഭാഗം കിട്ടിയത്. അപ്പോൾ ആ സ്ട്രെച്ചർ ഉൾപ്പെടെയുള്ള കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം എന്ന ഘട്ടത്തിലായിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് വീണ്ടും ഈ ഫയർഫോഴ്സും മറ്റുമൊക്കെ തൂമ്പായും പിക്കാസും കൈക്കോട്ടും ഉപയോഗിച്ച് മണ്ണ് ചെയ്യാൻ നോക്കിയെങ്കിലും പക്ഷേ കമ്പി കഷ്ണങ്ങൾക്കും മറ്റും ഇടയിലായിരുന്നു. അതായത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന കമ്പി കഷ്ണങ്ങൾക്കിടയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം പെട്ടത്. ആ കമ്പി കഷ്ണങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. ആ കമ്പി കഷ്ണങ്ങൾ നീക്കേണ്ട ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വീണ്ടും രണ്ടാമത് ഇപ്പോൾ ഹിറ്റാച്ചി എത്തിച്ച് ആ കമ്പി കഷ്ണങ്ങൾ നീക്കി ഏകദേശം അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ശരീരഭാഗങ്ങൾ കൂടി മണ്ണിനടിയിൽ പെട്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ പ്രദേശത്തെയും മറ്റുമൊക്കെ മണ്ണ് നീക്കം ചെയ്യുന്നത്.